നടി ആക്രമിക്കപ്പെട്ട കേസിൽ കഴിഞ്ഞ മാസം 8-നാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത്. പൾസർ സുനി ഉൾപ്പെടെ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കോടതി ക്രിമിനൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് വ്യക്തമാക്കി നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കി. 12-ന് കേരളം കാത്തിരുന്ന ശിക്ഷാവിധിയിൽ പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവാണ് കോടതി വിധിച്ചത്. IPC 376D പ്രകാരം കൂട്ടബലാത്സംഗ കുറ്റം തെളിഞ്ഞാൽ പ്രതിക്ക് ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ. നിയമ പോരാട്ടങ്ങൾക്കും വെല്ലുവിളികൾക്കും ഒടുക്കം 8 ആണ്ടിന് ശേഷം വിധി വന്നപ്പോൾ കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ളവർ മാത്രം ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതും അവർക്കെതിരെ തെളിഞ്ഞ കുറ്റത്തിന് ഏറ്റവും കുറവ് ശിക്ഷ മാത്രം നൽകിയിരിക്കുന്നു. നീതി കിട്ടിയില്ല എന്ന ബോധ്യമാണ് കേസിലെ വിധിയിൽ ആക്രമിക്കപ്പെട്ട നടിയും പൊതുസമൂഹവും പങ്കുവച്ചത്. അപ്പീൽ പോകുമെന്ന കാര്യം പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. കേസിലെ വിധി പ്രഖ്യാപനത്തിന് പിന്നാലെയുള്ള അതിജീവിതയുടെ ആദ്യ പ്രതികരണം, നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു, നിയമത്തിന്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. തിരിച്ചറിവ് നൽകിയതിന് നന്ദി. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നായിരുന്നു. അതായത് അപ്പീൽ പോകുമെന്ന സന്ദേശം. പിന്നീട് അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടു. ക്ലിഫ് ഹൗസിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. ഏകദേശം 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു. കേസിന്റെ വിശദാംശങ്ങളും കോടതി വിധിയും ചർച്ചയായി. സർക്കാർ ഒപ്പമുണ്ടെന്നും ഉടൻ അപ്പീൽ പോകാൻ പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോടതി വിധിയിലുള്ള സംശയങ്ങളും അതൃപ്തിയും അതിജീവിത മുഖ്യമന്ത്രിയുമായി പങ്കുവച്ചിരുന്നു. നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന് അവർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. അതിജീവിതയെ മുഖ്യമന്ത്രി ആശ്വസിപ്പിച്ചു. കേരളം മുഴുവൻ അവർക്കൊപ്പമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതെ, ഇനി എല്ലാ പ്രതീക്ഷയും മേൽക്കോടതികളിലാണ്. നീതിക്കായുള്ള പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമാണ് സർക്കാരിന് കിട്ടിയ ഈ നിയമോപദേശം. വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ ഗുരുതര പരാമർശങ്ങളാണ് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന്റെ നിയമോപദേശത്തിലുള്ളത്. മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയ നിഴലിലാണ് വിചാരണ കോടതി ജഡ്ജിയെന്നും അതിനാൽ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ലെന്നുമാണ് നിയമോപദേശം. ദിലീപിനെതിരെ ഗൗരവമേറിയ നിരവധി തെളിവുകൾ സമർപ്പിച്ചിട്ടും എല്ലാം പക്ഷപാതത്തോടെ കോടതി തള്ളി. ജഡ്ജി പെരുമാറിയത് വിവേചനപരമായിട്ടാണ്. തെളിവുകൾ പരിശോധിക്കാൻ കോടതി സ്വീകരിച്ചത് 2 തരം സമീപനം. 1 മുതൽ 6 വരെ പ്രതികൾക്കെതിരെ അംഗീകരിച്ച തെളിവുകൾ പോലും ദിലീപിനെതിരെ അംഗീകരിച്ചില്ല. നിർണായക സാക്ഷികളെ മനഃപൂർവ്വം അവിശ്വസിച്ചു. ദുർബലവും സ്ഥിരതയില്ലാത്തതെന്നും ചൂണ്ടിക്കാണിച്ച് നിരവധി നിർണായക സാക്ഷികളെ മനഃപൂർവ്വം കോടതി അവിശ്വസിച്ചു. കുറ്റവിമുക്തരാക്കപ്പെട്ട പ്രതികളുടെ കുറ്റസമ്മതങ്ങൾ അവഗണിക്കപ്പെട്ടു. പൾസർ സുനിയെയും മറ്റുള്ളവരെയും കുറ്റക്കാരായി പ്രഖ്യാപിക്കാൻ കോടതിയെ ആശ്രയിച്ച ചില സാക്ഷികളിൽ നിന്നുള്ള തെളിവുകൾ ദിലീപിനെയും അദ്ദേഹത്തിന്റെ അടുത്ത സഹായി ശരത് ജി നായരെയും കുറ്റവിമുക്തരാക്കാനും അതേ കോടതി തന്നെ അവിശ്വസിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത്. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നെന്ന് തെളിഞ്ഞ ദിലീപിന്റെ അഭിഭാഷകരെ തുടരാൻ അനുവദിച്ചു. അവരുടെ പ്രവൃത്തിയെ അനുമോദിക്കുന്ന തരത്തിലാണ് വിധിയിലെ പരാമർശങ്ങളെന്നും നിയമോപദേശത്തിൽ പറയുന്നു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വിശദമായ കുറിപ്പും നിയമോപദേശത്തിലുണ്ട്. പൾസർ സുനിക്കും മറ്റ് 5 പേർക്കും ചുമത്തിയ തടവും പിഴയും ഞെട്ടിക്കുന്ന വിധം കുറഞ്ഞ ശിക്ഷയാണ്. കൂട്ടബലാത്സംഗ കേസുകളിൽ ശിക്ഷ വിധിക്കുമ്പോൾ വിചാരണ കോടതികൾ പരിഗണിക്കേണ്ട സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചതായും പ്രോസിക്യൂഷൻ നിയമോപദേശത്തിൽ പറയുന്നു. ലൈംഗികാതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ കോടതിയിൽ നിന്ന് ചോർന്നിട്ടില്ലെന്നും വിചാരണയ്ക്കിടെ നടിയുടെ സ്വകാര്യത അപകടത്തിലായിട്ടില്ലെന്നും തെറ്റായി സ്ഥാപിക്കാൻ നിരവധി സാക്ഷികളിൽ നിന്നുള്ള തെളിവുകൾ തെറ്റായി ഉദ്ധരിക്കുകയോ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റുകയോ ചെയ്തതായും പ്രോസിക്യൂഷൻ പറഞ്ഞു. ഈ നിഗമനത്തെ പിന്തുണയ്ക്കുന്നതിനായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലും തെറ്റായി ഉദ്ധരിക്കുകയായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചു. ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദിലീപിനെ വിചാരണ കോടതി വെറുതെ വിട്ടത്. എന്നാൽ കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ശക്തമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും ഉയർന്ന കോടതിയിൽ ഇത് തെളിയിക്കാൻ കഴിയുമെന്നുമാണ് പ്രോസിക്യൂഷന്റെയും അന്വേഷണ സംഘത്തിന്റെയും വിശ്വാസം. ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവുകളും സാക്ഷിമൊഴികളും വിചാരണ കോടതി പരിഗണിച്ചില്ല എന്നതാണ് സർക്കാരിന്റെ വാദം. ഇത് മേൽക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് നീക്കം. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുൾപ്പെടെയുള്ള സാങ്കേതിക വിവരങ്ങളും ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ശബ്ദരേഖകളും പുനഃപരിശോധിക്കണമെന്ന ആവശ്യം സർക്കാർ ഉന്നയിച്ചേക്കും. വിധിയിലെ സാങ്കേതികവും നിയമപരവുമായ പിഴവുകൾ അപ്പീലിൽ ചൂണ്ടിക്കാട്ടും. ജനുവരി 20-ന് മുൻപ് കേസിൽ അപ്പീൽ നൽകാനാണ് നീക്കം നടക്കുന്നത്. ദിലീപിനെ ബോധപൂർവം രക്ഷിച്ചെടുക്കാൻ നീക്കം നടന്നു. അതിനായി തെളിവുകൾ പക്ഷപാതത്തോടെ തള്ളി. സാക്ഷികളെ ബോധപൂർവം അവിശ്വസിച്ചു. വിചാരണ കോടതി ഇരട്ടത്താപ്പ് കാണിച്ചു എന്നതാണ് നിയമോപദേശത്തിന്റെ ഉള്ളടക്കം.
ഹൈക്കോടതിയിൽ ഇക്കാര്യങ്ങൾ ബോധിപ്പിക്കാനും അനുകൂല വിധി നേടാനും കഴിയുമെന്നാണ് പ്രോസിക്യൂഷന്റെ ആത്മവിശ്വാസം. നീതിന്യായ സംവിധാനത്തിലുള്ള വിശ്വാസമാണ് നമ്മൾ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കുന്നത്. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്നും നീതി കിട്ടുമെന്നും ഉള്ള അതിജീവിതയുടെ വിശ്വാസത്തിനൊപ്പം അവൾക്കൊപ്പം അടിയുറച്ചു നിൽക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.